ഞാൻ ഇടയ്ക്ക് ടെലിവിഷൻ മേഖലയിലെ ചില പ്രവണതകളെക്കുറിച്ച്, പ്രത്യേകിച്ചും ടെലിവിഷനിൽ ഇന്ന് നമ്മൾ സംപ്രേഷണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ച്, അതിലെ ഉള്ളടക്കത്തെക്കുറിച്ച്, അതിൻ്റെ പ്രമേയങ്ങളെക്കുറിച്ച് ഒരു വിയോജിപ്പും വിമർശനവും ഉന്നയിച്ച ഒരാൾ കൂടിയാണ്. ഈ ടെലിവിഷൻ മാധ്യമം എന്ന് പറയുന്നത് അത് കൈകാര്യം ചെയ്യുന്നത് ജനസമൂഹത്തെയാണ്, പ്രേക്ഷകരെയാണ്. അത് കുടുംബ സദസ്സുകളെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സദസ്സിലേക്ക് കടന്നു വരുന്ന കണ്ടന്റുകൾ, ഞാൻ പറയുന്നത് അടിവരയിട്ടാണ് പറയുന്നത്, കണ്ടന്റുകളെക്കുറിച്ചുള്ള എൻ്റെ പ്രമേയങ്ങളെക്കുറിച്ചുള്ള ഒരു വിയോജിപ്പാണ് ഞാൻ പലപ്പോഴും പല വേദികളിലും പറയാറുള്ളത്. അത് കുടുംബ സദസ്സുകളെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കുടുംബത്തിനകത്ത് കയറ്റാൻ കൊള്ളാവുന്നതാകണം നമ്മുടെ ടെലിവിഷൻ പരിപാടികൾ എന്ന അഭിപ്രായമാണ് എനിക്ക്. പക്ഷെ പലതും നിർഭാഗ്യവശാൽ, ഞാൻ എല്ലാത്തിനെയും കുറിച്ച് അടച്ചാക്ഷേപിക്കുകയല്ല, ചിലത് അത് അടിവരയിട്ടാണ് പറയുന്നത്. അത് നമ്മുടെ സമൂഹത്തെ വല്ലാതെ വിഷലിപ്തമാക്കുന്ന തരത്തിൽ, നമ്മുടെ കുടുംബ പരിസരങ്ങളെയൊക്കെ വല്ലാതെ മലീമസമാക്കുന്ന തരത്തിൽ, കുടുംബ ബന്ധങ്ങളെയൊക്കെ വല്ലാതെ ശിഥിലമാക്കുന്ന തരത്തിലുള്ള ചില പ്രമേയങ്ങൾ, ചില കണ്ടന്റുകൾ കടന്നു വരാറുണ്ട്. അതിനെതിരെ ഒരു സാംസ്കാരികമായ പ്രതിരോധം നമ്മൾ തീർക്കേണ്ടതുണ്ട്. അത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ഒരു ദൗത്യമാണ്. തീർച്ചയായും അത്തരം കണ്ടന്റുകളൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പോൾ ചാനലുകളാണ് എന്ന ഒരു പരാതി ഉയരാറുണ്ട്. ഞാൻ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത് ചാനലുകളാണ് പലതും ഫിക്സ് ചെയ്യുന്നത് എന്നാണ്. പക്ഷേ അങ്ങനെയുള്ള കണ്ടന്റുകൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ ഭാഗത്തു നിന്നുള്ളൊരു ആത്മാർത്ഥമായ ശ്രമം, അത് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡിൽ, സർഗാത്മകതയിൽ വ്യാപരിക്കുന്നവരുടെ ഭാഗത്തു നിന്നാണ് അത് ഉണ്ടാകേണ്ടത്. ഇവിടെ ഇതിപ്പോൾ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ പോലും നമുക്കെല്ലാം ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗം എന്ന നിലയിൽ നമുക്കെല്ലാം ആ ഒരു ദൗത്യത്തിൽ നമ്മുടേതായ ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ പ്രവർത്തിക്കുന്ന ഈ മേഖല അത് തീർച്ചയായും ഏറ്റവും അഭിമാനത്തോടുകൂടി, ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തി നിന്ന് ഞാനൊരു ടെലിവിഷൻ സീരിയലിലാണ്, ആ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന തരത്തിൽ ഒരു ഏറ്റവും അന്തസ്സുള്ള ഒരു മേഖലയായിട്ടത് കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയരേണ്ടതുണ്ട്. അവിടെ പ്രധാനമായും അത് പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തുന്നത് അതിൻ്റെ പ്രമേയങ്ങളാണ്. അവിടെ നമുക്കൊരു വലിയ ശുദ്ധീകരണം ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ചുമതല ഉള്ള ആൾ എന്ന നിലയ്ക്ക് കൂടി അത്തരം പ്രമേയങ്ങളുടെ കാര്യത്തിൽ ഒരു നവീകരണം ഉണ്ടാകേണ്ടത്, അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ചയും സംവാദവും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട സംഘടനകളെയും വ്യക്തികളെയും എല്ലാം ഉൾപ്പെടുത്തി, ചാനലുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്കിൽ മാത്രമേ അത് പൂർണ്ണമാവൂ. അവരാണ് പലതും ഇതിൻ്റെ ഒരു ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നവരാണ്. അപ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു ചർച്ചയും സംവാദമൊക്കെ അടുത്ത് തന്നെ അത് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം കൂടി അക്കാദമിയുടെ നിന്നുണ്ട്. അതും കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഇതെല്ലാം ഈ മേഖല ഏറ്റവും ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ട് എന്ന അഭിപ്രായത്തിലാണ്. ഈ മേഖലയിൽ കൂടുതൽ അർത്ഥവത്തായ പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ആ രീതിയിൽ ഈ മേഖല കൂടുതൽ ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു വിയോജിപ്പ്, എൻ്റെ ഒരു വിമർശനം മുമ്പ് ഉന്നയിച്ചപ്പോൾ പ്രേംകുമാർ ഇത് പറയുന്നത് ചിലരുടെയൊക്കെ അന്നം മുടക്കുന്ന ഒരു പരിപാടിയാണെന്ന് പലരുമൊക്കെ ആരോപണം തിരിച്ച് ഉന്നയിച്ചു. അപ്പം ഞാൻ അവരോട് പറയുന്നത്, ഞാനിത് എത്രയോ വർഷങ്ങളായിട്ട് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, എത്രയോ വർഷങ്ങളായിട്ട്. അപ്പോൾ അന്നം മുടങ്ങി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞത് കൊണ്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ആരുടെയും അന്നമല്ല മുടങ്ങിയത്, അത് എൻ്റെ അന്നം മുടങ്ങി എന്നുള്ളതാണ് സത്യം. കാരണം എന്നെ ഇപ്പോൾ ഈ മേഖലയിൽ പലരും എന്നെ സീരിയലിൽ അഭിനയിക്കാൻ വിളിക്കാറില്ല. അത് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയുള്ള വിമർശനം പറയുന്നത് കൊണ്ടാകാം. അതുകൊണ്ട് എനിക്ക് മാത്രമാണ് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയത്, വേറെ ആർക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇത് ഈ സമൂഹം തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയൊരു മാറ്റം, അതൊരു ഗുണപരമായ മാറ്റം ഈ മേഖലയിൽ ഉണ്ടാകണം, വളരെ അർത്ഥപൂർണമായ ഒരു മാറ്റം ഉണ്ടാകണം. നമ്മുടെ പ്രമേയങ്ങൾ സ്നേഹത്തിൻ്റെ നല്ല സൗരഭ്യം പരത്തുന്ന, നന്മയുടെ സന്ദേശങ്ങൾ പകരുന്ന അത്തരമുള്ള കാര്യം. ഇതൊരു കുടുംബ സദസ്സുകളിലേക്കാണല്ലോ ഇത് വരുന്നത്. ഒരുപാട് കുഞ്ഞുങ്ങളും ഒക്കെ കാണുന്ന ഒരു പരിപാടി എന്ന നിലയിൽ അതിനകത്തൊരു ശുദ്ധീകരണം ഉണ്ടാകണമെന്ന് മാത്രമാണ് എൻ്റെ ആവശ്യം. ഇന്നിപ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധരൊക്കെ വലിയ മികവാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഈ ടെലിവിഷനിൽ ആദ്യത്തെ സീരിയൽ അതിൽ അഭിനയിച്ച ഒരാളാണ് ഞാൻ. അത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അത് 1988 മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു പൂ വിരിയുന്നു എന്ന് പറയുന്ന ഒരു സീരിയൽ, അത് യൂണിസെഫും ദൂരദർശനും കൂടി സംയുക്തമായി നിർമ്മിച്ച ഒരു സീരിയലാണ്. എൻ്റെ അവസരം മാത്രമാണ് നഷ്ടപ്പെട്ടത്. ആ നഷ്ടവും സ്വയം സഹിച്ചുകൊണ്ട് ഞാനിത് പറയുന്നത്,
ഈ മേഖലയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ട് ആണ്. കാരണം ഈ മേഖലയിൽ നിന്നാണ് ഞാൻ വന്നത്. ഇപ്പോഴും എൻ്റെ ഒരു ലേബൽ, കുറേ സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇന്നും ഒരുപാട് പേർ എന്നെ ഓർക്കുന്നത് എൻ്റെ ടെലിവിഷൻ പരിപാടി, പ്രത്യേകിച്ചും ലംബോ എന്നൊക്കെ പറയുന്ന ആ ടെലിവിഷൻ പരിപാടി. അത് ആണ് അന്ന് ആദ്യത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യത്തെ ടെലിവിഷൻ പുരസ്കാരം നേടിയ ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കുറച്ച് പറയാനുള്ളൊരു അവകാശം കൂടി എനിക്കുണ്ട്. അതുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും എൻ്റെ ഒരു ലേബൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ടെലിവിഷൻ താരം അല്ലെങ്കിൽ സീരിയൽ താരം എന്നുകൂടിയാണ്. അത് വളരെ അഭിമാനത്തോടു കൂടി കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ, ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്ന ഒരു മേഖല അതിനകത്തുള്ള ഇങ്ങനെയുള്ള ചില മൂല്യച്യുതികൾ അത് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഒരു ശുദ്ധീകരണം ഈ ഒരു കാര്യത്തിൽ, പ്രമേയങ്ങളുടെ കാര്യത്തിൽ, ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ അതുണ്ടാകണം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമൊക്കെ വല്ലാത്ത ചൂഷണങ്ങളൊക്കെ നേരിടുന്നു എന്നൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതെല്ലാം ഈ കഴിഞ്ഞ നയരൂപീകരണ ചർച്ചകളിൽ ഒരുപാട് പേർ ഉന്നയിച്ച വിഷയങ്ങളാണ്. അത്തരം വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇവിടെ ഏറ്റവും മാന്യമായി, സ്വതന്ത്രമായി, സുരക്ഷിതമായി, നിർഭയമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുന്ന ഒന്നുകൂടിയായിട്ട് നമ്മുടെ ആ ഒരു നയം, സിനിമാ നയ രൂപീകരണം അത് സാധ്യമാകാൻ പോവുകയാണ്. കാര്യം നിങ്ങളാണ് ശരിക്കും ഈ ഒരു മേഖലയിലെ ഏറ്റവും വലിയ ഒരു സംഘടിതമായ ഒരു ശക്തിയായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മേഖലയിൽ ഒരുപാട് ക്രിയാത്മകമായി കൂടി ഇടപെടാനുള്ള സാധ്യതകൾ ഉണ്ട്. അതിലേക്ക് കൂടി നമ്മുടെ സംഘടന തുടർന്ന് ശ്രദ്ധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക്, പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്, ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും 100% ഓർഗാനിക് ആണ്. മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വാഗമണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണി വരെ, ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മണി തൊട്ട് രാത്രി 8:30 മണി വരെയാണ് ഈ കടയുടെ സമയം. ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇത് ചെറിയൊരു കടയാണ്. കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത്. തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത്. ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്.